നമസ്കാരം. ലേറ്റസ്റ്റ് റിപ്പോർട്ട് പ്രകാരം ബ്രസീലുമായിട്ട് അൻസെലോട്ടി കരാർ ഉറപ്പിച്ചു. 2026 വേൾഡ് കപ്പ് വരെയാണ് കരാറുള്ളത്. ഒരു വമ്പൻ തുകക്കാണ് കരാർ ഉറപ്പിച്ചിട്ടുള്ളത്. പിന്നെ അൻസെലോട്ടിയെ സംബന്ധിച്ചിടത്തോളം അൻസെലോട്ടി മറ്റേ കോച്ചിങ് ചെയ്ത ഓരോ ടീം AC മിലാനാണെങ്കിലും റയൽ മാഡ്രിഡ് ചെൽസി ആണെങ്കിലും ഒക്കെ വിന്നിങ് ആയിട്ട് ട്രോഫികൾ നേടിയിട്ടുണ്ട്. അപ്പോൾ വിന്നിങ് ക്വാളിറ്റി ഉള്ളൊരു കോച്ചാണ് അൻസെലോട്ടി. അതുപോലെ തന്നെ ഞാൻ ഇന്നലെ ഇട്ടൊരു വീഡിയോൻ്റെ ഇടയിൽ കമൻറ്റ് ബ്രസീലിന് പ്ലെയേഴ്സിൻ്റെ ദാരിദ്ര്യം. ബ്രസീലിന് ഒരിക്കലും പ്ലെയേഴ്സിൻ്റെ ദാരിദ്ര്യം ഉണ്ടെന്ന് പറയുന്നൊരു പൊട്ടന്മാരാണ്. കാരണം ലോകത്തിലെ ഏറ്റവും നല്ല കളിക്കാർ ബ്രസീലാണ്. ഇപ്പോഴും കളിച്ചുകൊണ്ടിരിക്കുന്ന കളിക്കാർ ബ്രസീലിലാണ്. കാരണം ഇപ്പോൾ നിലവിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന വിനീഷ്യസ് ആണെങ്കിലും റാഫീനാണെങ്കിൽ റോഡ്രിഗോ, ബാക്ക് സൈഡിൽ മിലിറ്റാവോ, സെൻട്രലിൽ ബ്രൂണോ ഗിമാറസ്, പക്വാട്ട, അങ്ങനെ ഇഷ്ടം പോലെ പ്ലേയേഴ്സ്. ഗോൾ കീപ്പേഴ്സ് ആണെങ്കിൽ ആലിസൺ, എഡേഴ്സൺ, അങ്ങനെ എത്ര എന്താ പറയുക വമ്പൻ താരത്തിന് ബ്രസീലിനത്. അവർക്ക് കോച്ചിൻ്റെ അഭാവം ഉണ്ടായിരുന്നു, പക്ഷെ പ്ലെയേഴ്സിൻ്റെ അഭാവം ഒരിക്കലും ഉണ്ടായിട്ടില്ല. പിന്നെ അവർക്ക് ഏറ്റവും വലിയ കുറവ് അവരെ ടീമിൽ കാണുന്നത് ഒരു ടീമിനെ നയിക്കാനുള്ളൊരു കളിക്കാരെന്നുള്ളതാണ്. അത് നെയ്മറിൻ്റെ അഭാവമാണ്. അല്ലാതെ വേറെ ബ്രസീലിന് പ്ലെയേഴ്സിൻ്റെ ദാരിദ്ര്യമായിട്ട് ബ്രസീൽ ഒരു മോശപ്പെട്ട ടീമല്ല. പക്ഷേ അൻസെലോട്ടിക്ക് ബ്രസീലിനെ തിരിച്ചു കൊണ്ടുവരാൻ സാധിക്കും എന്നുള്ളൊരു പ്രതീക്ഷ എല്ലാവർക്കും ഉണ്ട്. കാരണം അതുകൊണ്ടാണ് ബ്രസീലിൽ ഫെഡറേഷൻ അൻസെലോട്ടിയുടെ കൂടെ നടന്നിട്ട് ഈ പെട്ടെന്ന് തന്നെ ആ കരാർ ഉറപ്പിക്കാൻ കാരണം. അതുകൊണ്ട് നമുക്ക് നിസ്സംശയം പറയാം, കാരണം അൻസെലോട്ടിക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിയും. ബ്രസീൽ നല്ല ക്വാളിറ്റിയുള്ള പ്ലേയേഴ്സ് ഉണ്ട്. നെയ്മർ പരിക്കുമാറി തിരിച്ചു വന്നു കഴിഞ്ഞാൽ ടീമിൻ്റെ ലെവൽ തന്നെ മാറും. നമുക്ക് ഏതൊരാൾക്കും ഫുട്ബോൾ കളി കാണുന്ന കളിയെ കുറിച്ച് വിലയിരുത്തുന്ന ആർക്കും മനസ്സിലാവുന്ന ഒരു കാര്യമാണ്. താങ്ക് യു വെരി മച്ച്.